ഹായ് ഫ്രണ്ട്സ്, പൈപ്പിംഗ് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈപ്പിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മെയിൻ ഡ്രോയിങ്സ് ആണ്. പൈപ്പിങ്ങിലെ മെയിൻ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ P&ID, GAD, ഐസോമെട്രിക് പോലെയുള്ള ഡ്രോയിങ്ങുകളാണ്. ഇന്ന് നമ്മൾ കൂടുതൽ P&IDനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ GAD, ഐസോമെട്രിക് എക്യുപ്മെൻറ്റ് ഡ്രോയിങ്സ്, അതേപോലെ തന്നെ PFD പോലെയുള്ള ഡ്രോയിങ്സുകളെ കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാം. P&ID എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡയഗ്രാം എന്നാണ് ഫുൾ ഫോം. ഇതിൽ പ്രധാനമായിട്ടും പൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഇൻസ്ട്രുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഉള്ളത്. മെയിൻലി കണക്ടിവിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് P&ID ഉപയോഗിക്കുന്നത്. ഏതൊരു ലൈനും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് സിമ്പിളായിട്ട് പെട്ടെന്ന് നോക്കാനും, അതേപോലെ തന്നെ ഓരോ ലൈനിലും എത്ര വാൾവുണ്ട്, ഏതൊക്കെ PCVകളും, ഏതൊക്കെ ടൈപ്പ് വാൾവുകൾ, ഫ്ലോ എലമെൻറ്റുകൾ, അതേപോലെ തന്നെ സ്പെറ്റക്കിൾ ബ്ലൈൻഡ്, സ്പെക്ക് ചേഞ്ചുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് P&ID നമ്മൾ യൂസ് ചെയ്യുന്നത്. ജനറലി ഏതൊരു ലൈനും അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ചില ലെവൽ മീറ്ററിൻ്റെ ഒക്കെ ഹൈ ലെവൽ എത്രയാണ്, ലോ ലെവൽ എത്രയാണ്, ഹൈ ലെവൽ എത്രയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എവിടെ വരെയാണ് സ്പെക്ക്, ഒരു സ്പെക്ക് ഏതുവരെയാണ്, അതിൻ്റെ സ്പെക്ക് ചേഞ്ച് എവിടം തൊട്ടാണ്, അല്ലെങ്കിൽ ബാറ്ററി ലിമിറ്റ് എവിടം വരെയാണ്, നമ്മുടെ പ്രോജക്റ്റ് സ്കോപ്പ് ലിമിറ്റ് എവിടം വരെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് P&IDയിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ P&IDയിലുള്ള മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് P&IDയിൽ റെഫർ ചെയ്യുന്ന എക്യുപ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ വെസൽസിൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പ്രഷർ എത്രയാണ്, അതിൻ്റെ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വോള്യൂം എത്രയാണ്, പ്രഷർ എത്രയാണ്, ടെസ്റ്റ് എത്രയാണ്, ഹൈഡ്രോ ടെസ്റ്റ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ടെസ്റ്റ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളും അതിലുണ്ടാവും. ബേസിക് ഡ്രോയിങ്സിൻ്റെ കൂട്ടത്തിൽ P&IDയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് P&IDക്ക് ഓറിയൻറ്റേഷൻ ഉണ്ടാവില്ല. നോർത്ത് സൗത്ത് അങ്ങനെയുള്ള ഓറിയൻറ്റേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അതൊരു സ്കെയിലിൽ അല്ല വരയ്ക്കുന്നത്. ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഇത്ര 1:10%, 1:10 അല്ലെങ്കിൽ 1:100 അങ്ങനത്തെ ഒരു സ്കെയിലിലല്ല വരയ്ക്കുന്നത്. ജസ്റ്റ് ഒരു ലൈൻസ് മാത്രമായിരിക്കും. ഒരു ലൈന് ഒരു പക്ഷേ 1 സെൻറ്റിമീറ്ററുള്ള ലൈൻ ഒരു പക്ഷേ 1 കിലോമീറ്റർ ലെങ്ത് ഫീൽഡിലുണ്ടാവാം. അത് സ്കെയിലിലല്ല വരയ്ക്കുന്നത്. അതേപോലെ തന്നെ അതിൽ ഓരോന്നിൻ്റെയും കോർഡിനേറ്റ്സ് ഉണ്ടാവില്ല. ഒരു ലൈൻ അത് എവിടെയാണ്, അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്റ്സ് ഏതാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. ഹൈറ്റ് എത്രയാണ്, അത്തരം കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. P&ID റീഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ പോയിൻറ്റ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളത്. ഓരോ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ റിക്വയർമെൻറ്റൊക്കെ ഒരു പെർട്ടിക്കുലർ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വളരെ ഷോർട്ടാക്കിയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് സ്ലോപ്പ് ഉള്ളതാണെങ്കിൽ സ്ലോപ്പിൻ്റെ സിമ്പിൾ ഉണ്ടാവും. അതേപോലെ തന്നെ പോക്കറ്റ്സ് വരാൻ പാടില്ലാത്ത ലൈനുകളാണെങ്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ചിലപ്പോൾ ഇൻസുലേഷൻ, തെർമൽ ഇൻസുലേഷൻ, അക്വസ്റ്റിക് ഇൻസുലേഷനൊക്കെ ഉള്ള ലൈനുകളാണെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു പക്ഷേ നേരിട്ട് ലൈനിൽ ലൈനിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നോട്ടായിട്ട് നോട്ട് 1, നോട്ട് 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോട്ടിൻ്റെ നോട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവാം. ചില ലൈൻസിൻ്റെ FE ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സോ അതുപോലെ തന്നെ ചില എക്യുപ്മെൻറ്റ്സിൻ്റെ അഡീഷണൽ റിക്വയർമെൻറ്റുകൾ ഉണ്ടാവും. അതായത് ഇത്ര ലെങ്ത്തിലേക്ക് പെയിൻറ്റിങ് ഇതായിരിക്കണം, ഇത്ര ലെങ്ത്തിലേക്ക് അത് വേണം, ഇത് വേണം എന്നുള്ള റിക്വയർമെൻറ്റൊക്കെ അതിൽ നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട് സാധാരണ. പിന്നെ P&IDയിൽ ഫ്ലോ ഡയറക്ഷൻ മാർക്ക് ചെയ്യാറുണ്ട്. ഫ്ലോ ഡയറക്ഷൻ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് കാണിക്കും. ലൈനിൻ്റെ കൂടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഫ്ലോ ഡയറക്ഷൻ കാണിക്കാറുണ്ട്. എന്നാൽ അതേസമയം ചില ഫിറ്റിങ്സ് ഒന്നും, അല്ലെങ്കിൽ ടാപ്പിങ്സ് ആണെങ്കിലും, അതായത് ചിലപ്പോൾ ഡ്രെയിന്, അതല്ലെങ്കിൽ പർജിങ് പോയിൻറ്റുകൾ, വെൻഡ്, ഹൈ പോയിൻ്റ് വെൻഡ്, ചില സമയത്ത് ബ്രേക്കർ ഫ്ലാഞ്ചുകൾ, പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഇൻറ്റേർണൽ കോട്ടിംഗ് ഒക്കെ ഉള്ള ലൈനാണെങ്കിൽ ചിലപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇൻറ്റേർണൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ബ്രേക്കർ ഫ്ലാഞ്ചുകൾ ഉണ്ടാവും. അങ്ങനെ കണക്ടിവിറ്റി ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ P&IDയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. P&IDയുടെ കണ്ടിന്യൂവേഷൻ കാണിക്കുന്നത് ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരു ആരോ മാർക്ക് വെച്ചിട്ടാണ്. കണ്ടിന്യൂവേഷൻ ഡ്രോയിങ് നമ്പർ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ആരോ മാർക്ക് ബോക്സ് ടൈപ്പിൽ കാണിക്കും. അത് അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച്, ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ചാണ് അത് കാണിക്കുക. അതേപോലെ തന്നെ P&IDയിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് പലപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. പ്രൊജക്റ്റിനനുസരിച്ച് മാറ്റം ഉണ്ടാവാം. സാധാരണഗതിയിൽ ഓരോ സിസ്റ്റത്തിലും ഓരോ പ്രോജക്റ്റിലും അതിൻ്റെ ഒരു ലെജൻഡ്സ് ഷീറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഷീറ്റ്, P&IDയുടെ ഫസ്റ്റ് ഷീറ്റ് ഏതൊക്കെ സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതനുസരിച്ചാണ് P&IDകൾ, ബാക്കിയുള്ള P&IDകൾ ചെയ്യാറുള്ളത്.
ലെജൻസ് ഷീറ്റ് നമുക്ക് ചോദിച്ചാൽ നമുക്ക് അവൈലബിൾ ആകും മിക്കവാറും പ്രൊജക്റ്റിൽ. അത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ളത് കിട്ടും. ഒരുപക്ഷെ ഇവിടെ കാണിച്ചിട്ടുള്ളതിൽ നിന്നും നിങ്ങളുടെ പ്രോജക്റ്റിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാവാം, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് P&IDയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. അടുത്ത എപ്പിസോഡുകളിൽ GAD, അതേപോലെ ഐസോമെട്രിക് എക്യുപ്മെൻറ്റ് ഡ്രോയിങ്സ്, PF പ്രോസസ് ഫ്ലോ ഡയഗ്രാം പോലുള്ള ഡ്രോയിങ്ങുകൾ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.